നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നിയോഗകഥയിൽ നമ്മോട് പറയും, നമ്മുടെ അച്ഛൻ ഈശ്വരനാണ്, പരമാത്മാവാണ്, അമ്മ മൂലപ്രകൃതിയുമാണ് എന്ന്. അതാണ് നിയോഗകഥയിലൂടെ നമ്മുടെ മുന്നിൽ വ്യാസഭഗവാൻ അവതരിപ്പിക്കുന്നത്. അതാണ് ഉപനിഷത്ത് നമ്മോട് വിളിച്ചു പറയുന്ന തത്വം. അതാണ് ഭഗവത്ഗീതയിലൂടെ വ്യാസൻ നമ്മെ കേൾപ്പിക്കുന്നത്. സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയ താസാം ബ്രഹ്മമഹദിയോനി അഹം ബീജപ്രദപിത എന്ന ഗീതാ ശ്ലോകം. അത് ഗീതയിലെ ഈ നമ്മുടെ സ്ഥൂല ശരീരത്തെയും നമ്മുടെ ശരീരങ്ങളെയും ഈ ശരീരത്തെ കാണുന്നവനായ ആത്മാവിനെയും പ്രതിപാദിക്കുന്ന ആ അധ്യായത്തിനകത്താണ് അത് വരുന്നത്. അതാണ് ഭഗവാന്റെ ഈ വാക്യം. ഈ ലോകത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജീവരാശികളിലും ഏതൊക്കെ എത്രയൊക്കെ വ്യക്തിത്വങ്ങളാണോ ഉണ്ടാകുന്നത്, അവയുടെയെല്ലാം അമ്മ ബ്രഹ്മമഹത്, മഹത് ബ്രഹ്മമാണ് അഥവാ മൂലപ്രകൃതിയാണ്. ഞാനോ അവർക്കെല്ലാവർക്കും ഈ ശരീരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബീജത്തെ നൽകിയതായ പിതാവും അഹം ബീജപ്രദപിത. നമ്മുടെ എല്ലാം പിതാവ് സാക്ഷാൽ പരമേശ്വരനാണ്, സാക്ഷാൽ ഭഗവാനാണ്, നിർഗുണ നിരാകാര ബ്രഹ്മമാണ്. നമ്മുടെ എല്ലാം മാതാവ് മൂലപ്രകൃതിയാണ്. അതാണ് ആ പിതാവിൻ്റെ അനുഗ്രഹം, ജനിക്കാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹം, ഭൂമിയിൽ വരാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹം നമുക്ക് കൈവരുമ്പോഴാണ് നാം ഭൂമിയിൽ ജനിക്കുക. ആ ഈശ്വരൻ സാത്വിക പ്രഭാവപൂർണരായ വ്യക്തികൾക്ക് വലിയ വലിയ കർമ്മങ്ങൾ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഭൂമിയിലേക്ക് അയക്കും. അതാണ് ആ നിയോഗകഥയിലൂടെ നാം കണ്ടത്, നാം അത് ചർച്ച ചെയ്തത്. ഭഗവത്ഗീതയിൽ നാം നേരിട്ട് കേട്ടതും അതാണ്. അതാണിതാ ഇതിനകത്ത് അനുരണനം ചെയ്യുന്നത്. അല്ലയോ അർജുന, നീ നരനെന്നുള്ള ഋഷിയാണ്, നിന്നെ ബ്രഹ്മാവാണ് ഇങ്ങോട്ട് അയച്ചത്. അങ്ങനെ മനുഷ്യ ശരീരം നിനക്ക് തന്ന് ഇങ്ങോട്ട് അയച്ചു. എന്തിന്? വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ത്വയാച വസുസംഭൂതോ മഹാവീര്യ പിതാമഹ ഭീഷ്മ പരമധർമാത്മാ സംസാധ്യശ്ചരണേ നഖ. അല്ലയോ അർജുന, അനഖ പാപമില്ലാത്തവനെ, അങ്ങനെയുള്ള അല്ലയോ അർജുന, രണേ പടയിൽ യുദ്ധത്തിൽ നീ ഭീഷ്മ പിതാമഹനെ തോൽപ്പിക്കേണ്ടി വരും. അത് നിന്റെ ചുമതലയാണ്. ആരാണ് ഭീഷ്മ പിതാമഹൻ? വസുസംഭൂതനാണ്, വസുക്കളിൽ നിന്നിട്ട് പിറന്നവനാണ്. ആ വസുക്കളുടെ അവതാരമാണ്, അഷ്ടവസുക്കളുടെ അവതാരമാണ് ഭീഷ്മൻ. ആ ഭീഷ്മൻ മഹാവീര്യനാണ്. ആ ഭീഷ്മനെ തോൽപ്പിക്കാൻ ലോകത്ത് ആർക്കും ആവില്ല. അദ്ദേഹം പിതാമഹനാണ് നിങ്ങൾക്ക്, നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛനാണ് അദ്ദേഹം, പരമധർമാത്മാവാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആ ഭീഷ്മനെ പടക്കളത്തിൽ വച്ച് നീ തോൽപ്പിക്കേണ്ടി വരും, കീഴമർത്തേണ്ടി വരും. അതിനുള്ള കരുത്ത് നിനക്കുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നരൻ ആയിരിക്കുന്ന നിന്നെ ഇവിടേക്ക് ഭഗവാൻ അയച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ക്ഷത്രം ചാഗ്നി സമസ്പർശം ഭാരദ്വാജേന രക്ഷിതം ദാനവാശ്ച മഹാവീര്യ യേ മനുഷ്യത്വമാഗതാഹ. വളരെയേറെ വീരന്മാരായിരിക്കുന്ന ദാനവന്മാര്, അസുരന്മാർ, ധനുവിൻ്റെ സന്താനങ്ങൾ, അവര് മുൻ യുഗങ്ങളിൽ ദാനവന്മാരായിട്ടും രാക്ഷസന്മാരായിട്ടും ഒക്കെ വന്ന് ഈ ലോകത്തെ പല പ്രകാരത്തിൽ വേദനിപ്പിച്ചു.
അപ്പോഴൊക്കെ ഭഗവാൻ തന്നെ വന്നിട്ട് അവരെ സംഹരിച്ചിട്ട് ലോകത്തെ രക്ഷിച്ചിട്ടുണ്ട്, അവരെയും രക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ ദ്വാപരത്തിൽ അവർക്ക് ആ ദാനവന്മാരായിട്ട് വരാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവര് എന്ത് ചെയ്തിരിക്കുന്നു? ക്ഷത്രിയന്മാരുടെ കുടുംബങ്ങളിൽ, രാജാക്കന്മാരുടെ, ഭരണാധിപന്മാരുടെ കുടുംബങ്ങളിൽ ഈ ദാനവന്മാര് മനുഷ്യരൂപത്തിൽ വന്ന് അവതരിച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന് ജനിക്കുമ്പോഴേക്കും അവർക്ക് ആ ദാനവന്റെ ബലമെല്ലാമുണ്ട്, ആ ദാനവന്റെ സ്വഭാവമുണ്ട്. ദാനവന്റെ സ്വഭാവം എന്താ? മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുക, അതിൽ സന്തോഷം കാണുക, ഏതെല്ലാം പ്രകാരത്തിൽ ഉപദ്രവിക്കാമോ അതെല്ലാം ചെയ്യുക. അങ്ങനെയുള്ള ആ ദാനവന്മാർ ക്ഷത്രിയന്മാരായിട്ട് ഭൂമിയിൽ ജനിച്ചിട്ട് അവരെ എല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറൊരാള് അവർക്ക് വന്നുചേരും. ആരാ അത്? അത് ഭരദ്വാജന്റെ പുത്രനായിരിക്കുന്ന ദ്രോണനാണ്. ഭാരദ്വാജൻ, ദ്രോണൻ. ആ ദ്രോണാചാര്യർ ഈ രാക്ഷസന്മാരെ, മനുഷ്യരൂപത്തിൽ ക്ഷത്രിയന്മാരായി ജനിച്ചിരിക്കുന്ന രാക്ഷസന്മാരെ മുഴുവൻ രക്ഷിക്കും. അഗ്നി പോലെ ലോകത്തെ നശിപ്പിക്കുന്ന ആ രാക്ഷസന്മാരെ മുഴുവൻ അദ്ദേഹം രക്ഷിക്കും. ആ ദ്രോണനെയും പരാജയപ്പെടുത്തുക നിന്റെ ചുമതലയായി വരും. നിന്റെ ചുമതലയാണ്, നിനക്കത് പരാജയപ്പെടുത്താൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വീണ്ടും ഈ അസുരന്മാരെ രക്ഷിക്കും. അതുകൊണ്ട് ലോകത്തിന് ദുഃഖമുണ്ടാകും. അതിന് അറുതി വന്നേ പറ്റൂ. അതിനാൽ ആ ദ്രോണരെ കീഴ്പ്പെടുത്തിയേ പറ്റൂ. എന്ന് മാത്രമല്ല, നിവാത കവചാശ്ചൈവ ദാനവ കുരുനന്ദന, ദാനവന്മാരെയും നീ യുദ്ധത്തിൽ തോൽപ്പിക്കും. നീ കുരുനന്ദനാണ്, കുരുവിന്റെ വംശത്തിൽ പിറന്നവനാണ്, മനുഷ്യനാണ്. പക്ഷെ അങ്ങനെയുള്ള നീ ദാനവന്മാരെയും തോൽപ്പിക്കും. മനുഷ്യ ശരീരമെന്നേ ഉള്ളൂ, നീ നരനാണ്, നര ഋഷിയാണ്. ദേവലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ നിവാത കവചന്മാരും കാലകേയന്മാരും ദേവലോകം ആക്രമിച്ചിട്ട് ദേവന്മാരെയെല്ലാം നിരന്തരം വളരെയേറെ കഷ്ടപ്പെടുത്തി. ദേവന്മാർക്ക് അവരെ പരാജയപ്പെടുത്തിയിട്ട് ഓടിക്കാൻ കഴിയുന്നില്ല, അവരെ കീഴമർത്താൻ കഴിയുന്നില്ല. ആ ഘട്ടത്തിൽ ദേവന്മാരുടെ രക്ഷയ്ക്കായിട്ട് നീ അവിടെ എത്തണം. ആ ചുമതലയെ നിനക്ക് ബ്രഹ്മാവ് തന്നിരിക്കുകയാണ്. ആ ചുമതല നിർവഹിക്കാൻ നീ കരുത്തനാണ്. അതുകൊണ്ടാണ് നിന്നെ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കർണശ്ച സുമഹാവീര്യ ത്വയാവധ്യോ ധനഞ്ജയ, മഹാവീരനായിരിക്കുന്ന കർണൻ. ആ കർണനും അല്ലയോ അർജുന നിന്നാൽ കൊല്ലപ്പെടേണ്ടവനാണ്. എന്തുകൊണ്ടെന്നാൽ ആ ദാനവന്മാരുടെ കൂടെ നിൽക്കുകയാണ് ഈ കർണൻ. മനുഷ്യരൂപത്തിൽ രാജാക്കന്മാരായിട്ട് ഈ ഭൂമിയെ മുഴുവൻ ഉപദ്രവിച്ചുകൊണ്ട് നടക്കുന്ന ദുര്യോധനാദി ദാനവന്മാരുടെ കൂടെ നിൽക്കുന്നു ഈ കർണൻ, അവരുടെ സഹായിയായിട്ട്. ആ കർണനെയും സംഹരിക്കുക നിന്റെ ചുമതലയാണ് എന്ന് അറിഞ്ഞുകൊള്ളണം. അല്ലയോ അർജുന, ഈ ഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ദേവന്മാരുടെ അംശമായിട്ടും ദാനവന്മാരുടെ അംശമായിട്ടും രാക്ഷസന്മാരുടെ അംശമായിട്ടും ഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഏതൊക്കെ യുദ്ധവീരന്മാരാണോ പടക്കളത്തിൽ നിന്റെ മുന്നിൽ വന്നു ചേരുന്നത് അവരെ മുഴുവൻ നീ സംഹരിക്കും. അവരെ നീ സംഹരിക്കുമ്പോഴേക്കും അവരെവിടെ എത്തിച്ചേരും? ഈ ആസുരീകമായ പ്രവൃത്തി മണ്ഡലത്തിൽ നിന്ന് വിമുക്തരായിട്ട് അവർ ഉപരിലോകങ്ങളിലേക്ക് പോയിക്കൊള്ളും. സ്വന്തം കർമ്മങ്ങളുടെ ഫലമായിട്ടുള്ളതായ ലോകങ്ങൾ, ആ ലോകങ്ങളിലേക്ക് ആ രാക്ഷസന്മാരെല്ലാം, മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുന്ന രാക്ഷസന്മാരെല്ലാം പോയിക്കൊള്ളും. ഗതിം പ്രാപ്സ്യന്തി കൗന്ദേയ, അല്ലയോ അർജുന, അവരെല്ലാം അവരുടേതായ ആ കർമ്മഗതിയെ നേടിയിട്ട് ആ കർമ്മഗതിയുടെ മാർഗത്തിലൂടി പോയിക്കൊള്ളും. ഈ അവസ്ഥയിൽ നിന്ന്, ഇപ്പോൾ ലോകത്തെ ഉപദ്രവിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർ വിമുക്തരായിത്തീരും. ലോകവും അങ്ങനെ രക്ഷപ്പെടും. അക്ഷയാ തവ കീർത്തിശ്ച ലോകേ സ്ഥാസ്യതി ഫൽഗുന, അല്ലയോ അർജുന, ഫൽഗുന അർജുന, നിന്റെ കീർത്തി ഈ ലോകത്ത് അക്ഷയമായി ഒരിക്കലും നശിക്കാത്തതായിട്ട് എന്നെന്നും നിലനിൽക്കും. പാണ്ഡവന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് ഇന്നേക്ക് 5000 വർഷം മുമ്പാണ്. ആ പാണ്ഡവകഥ, അർജുന കഥ 5000 വർഷങ്ങൾക്കിപ്പുറം ഇരുന്നു കൊണ്ടും
ലോകം ചർച്ച ചെയ്യുന്നു, നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നത് മാത്രമല്ല, ആയിരം 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 ആളുകൾ ചർച്ച ചെയ്യുന്നു. ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു, ചർച്ച ചെയ്യുന്നു. ഇതിനെ ആസ്പദമാക്കിയിട്ട് എത്രയോ കൃതികൾ, നാടകങ്ങൾ, കവിതകൾ, അതേപോലെ തന്നെ നോവലുകൾ, ചെറുകഥകൾ ഒക്കെ എഴുതുന്നു. അവരെല്ലാം ഈ അർജുനന്റെ കീർത്തിയെ പാടി പുകഴ്ത്തുന്നു, ആ കീർത്തിയെ സജീവമായി നിലനിർത്തുന്നു. ഇനി ഇതിനെ ചീത്ത പറയാൻ നടക്കുന്ന ആളുകളുണ്ട്, അവരും അർജുനനെ തന്നെ പാടി കേൾപ്പിക്കുന്നു. അർജുനന്റെ കഥ പറയാതെ, ഭീമന്റെ കഥ പറയാതെ, അതേപോലെ യുധിഷ്ഠിരാദികളുടെ കഥ പറയാതെ അവരെ ചീത്ത പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇതിനെ ആക്ഷേപിക്കാൻ നടക്കുന്നവരും നിന്റെ പേര് തന്നെ പറയും. അങ്ങനെ നിന്റെ പേര് ലോകം മുഴുവൻ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കും. നിന്റെ കീർത്തി അക്ഷയമായിട്ട് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കും. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ കാരണം പറയാണ്, നീ ത്വയാ സാക്ഷാത് മഹാദേവ തോഷിതോഹി മഹാമൃധേ. മഹാമൃധേ, ഭയങ്കരമായ യുദ്ധത്തിൽ നീ സാക്ഷാൽ മഹാദേവനെ സന്തോഷിപ്പിച്ചു. നിന്റെ പരാക്രമത്താൽ, നിന്റെ ആയോധന പടുത്വത്താൽ, നിന്റെ യുദ്ധ നൈപുണിയാൽ, നിന്റെ ധൈര്യത്താൽ, നിന്റെ സമർപ്പണത്താൽ നീ സാക്ഷാൽ മഹാദേവനെ സന്തോഷിപ്പിച്ചു. അതുകൊണ്ട് ലോകം എന്നെന്നും നിന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിന്നെ ഓർത്തുകൊണ്ടിരിക്കും. നിന്റെ കീർത്തി അക്ഷയമായിട്ട് നിലനിൽക്കും. നിന്റെ ചുമതല എന്തെന്നറിയോ? ഇതാ കേട്ടുകൊള്ളൂ. ലഘ്വി വസുമതീചാവി കർത്തവ്യ വിഷ്ണുനാ സഹ. വിഷ്ണുവിനോടൊപ്പം നീ ഈ ഭൂമിയുടെ ഭാരത്തെ ദൂരീകരിക്കും. അതിനു വേണ്ടിയിട്ടാണ് നിന്റെ ഈ ജന്മം. അതിനാണ് ബ്രഹ്മാവ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ആരാ വിഷ്ണു? ദേവകിയുടെ പുത്രനായിരിക്കുന്ന കൃഷ്ണൻ. വിഷ്ണു ദേവകിയുടെ നന്ദനായിട്ട് കൃഷ്ണനായിട്ട് അവതരിച്ചിരിക്കുന്നു. അങ്ങനെ ആ ദേവകീ നന്ദനായ കൃഷ്ണനോടൊപ്പം ചേർന്നിട്ട് അദ്ദേഹം നിന്റെ തേരിലിരിക്കും. ഭഗവാൻ പറയുന്നതനുസരിച്ചിട്ടാണ് നീ കർമ്മങ്ങൾ ചെയ്യുക. നിന്റെ തേര് അദ്ദേഹം തെളിക്കും. നിന്റെ തേരിൻ്റെ മുകളിൽ ആഞ്ജനേയ മഹാപ്രഭുവും ഇരിക്കും. അങ്ങനെ ഭഗവത് സമർപ്പിതമാണ് നിന്റെ കർമ്മങ്ങളെല്ലാം. അങ്ങനെ നീ കൃഷ്ണനോടൊപ്പം ചേർന്നിട്ട് ഈ ഭൂമിയിലെ രാക്ഷസന്മാരെ മുഴുവൻ ഭൂമിയിൽ നിന്നിട്ട് പറഞ്ഞുവിട്ട് അവരെല്ലാം ധ്വംസിച്ച് ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതാക്കി തീർക്കും. അതിനാൽ നീ പാശുപതം നേടി ഭഗവാന്റെ കയ്യിൽ നിന്നിട്ട് ഞാനും എൻ്റേതായിട്ടുള്ള അസ്ത്രം നിനക്ക് തരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അർജുനന് തൻ്റെ കർമ്മങ്ങൾ ചെയ്യാനുള്ള കരുത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ അനുഗ്രഹശക്തിയുള്ളതായ ദണ്ഡാസ്ത്രം എന്നുള്ള അസ്ത്രം അർജുനന് നൽകുകയാണ്. ഗൃഹാണാസ്ത്രം മഹാബാഹോ ദണ്ഡം അപ്രതിവാരണം. ദണ്ഡമെന്നുള്ളതായ ഈ മഹാസ്ത്രത്തെ അല്ലയോ അർജുന, നീ എന്നിൽ നിന്നിട്ട് സ്വീകരിച്ചുകൊള്ളുക. ഈ അസ്ത്രം നിനക്കെന്നും വശവതമായിരിക്കും. ഈ അസ്ത്രം കൊണ്ട് നീ മഹാകാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ചെയ്യും. ഈ അസ്ത്രത്തെ എതിർക്കാൻ, ഈ അസ്ത്രത്തെ പരാജയപ്പെടുത്താൻ ഈ ലോകത്തിൽ ആർക്കും തന്നെ സാധ്യമല്ല. ഇതിന് പ്രത്യസ്ത്രമില്ല. അങ്ങനെയുള്ളതായി ഈ അസ്ത്രത്തെ സ്വീകരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് യമൻ ദണ്ഡാസ്ത്രം നൽകുന്നു. തുടർന്ന് മറ്റെല്ലാ ദേവന്മാരും അസ്ത്രങ്ങൾ നൽകുകയാണ്. കുബേരനും അതേപോലെ വരുണനും അസ്ത്രങ്ങൾ നൽകുന്നു. ഇന്ദ്രനാകട്ടെ അർജുനനോട് പറയും, നീ ദേവലോകത്തേക്ക് വരൂ, നിനക്ക് ഞാൻ അസ്ത്രങ്ങളെല്ലാം അവിടെ വെച്ച് സമാനമായി നൽകും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അതെല്ലാം നമുക്ക് അടുത്ത ദിവസം കാണാം. ഇത് മുഴുവൻ ദൈവീ സമ്പത്തായിരിക്കുന്ന തപസ്സിൻ്റെ ഫലമാണ്. ശ്രദ്ധയോടുകൂടിയിട്ട് ആരാണോ തപസ് അനുഷ്ഠിക്കുന്നത് അവർക്ക് കൈവരുന്ന സിദ്ധിവിശേഷം അതാണിത്. ഈ ലോകത്തിൽ ലോകം ആദരിക്കുന്ന, ഓർമ്മിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം, സേവനം ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെല്ലാം അവരവരുടേതായ മാർഗത്തിൽ അവരവരുടേതായ ശക്തിക്കനുസരിച്ചും സങ്കല്പത്തിനനുസരിച്ചും തപസ് ചെയ്തിട്ടാണ് അതിനുള്ളതായ കരുത്ത് നേടിയതും ലോകത്തെ സേവിച്ചത്. മഹാതപസ്വിയാണ് മഹാത്മജി എന്ന് നാം അറിയണം. ആ തപസ്സിൻ്റെ ഫലമാണ് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. നാം അനുഭവിക്കുന്ന മാത്രമല്ല, ലോകം മുഴുവൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം.
സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ ആ മഹാതപസ്വി, ആ യോഗിവര്യൻ പരിപൂർണമായിട്ടും ദൂരീകരിച്ച് ലോകത്തെ സമ്പൂർണമായി സ്വതന്ത്രമാക്കി തീർത്തു. തപസ്സിൻ്റെ ഫലമാണ്. അങ്ങനെ ആ തപസ്സിനെ നാം ഇവിടെ അർജുനനിലൂടെ കാണുന്നു. നാളെ രാത്രി 8:30 ഇതേപോലെ നമുക്ക് ഒരുമിച്ച് കൂടാം. ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാം ഇത് അറിയിക്കുക. അതേപോലെ തന്നെ യൂട്യൂബിൽ ഉള്ള സത്യാനന്ദ സംസ്കൃതി എന്നുള്ളതായ ചാനലിൽ വരണം. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഗീതാഭാരതം നമ്മുടെ ലൈവ് ക്ലാസ് എന്നാരംഭിച്ചോ അന്ന് തൊട്ട് ഇന്നോളമുള്ളത് തുടർച്ചയായിട്ട് അതിനകത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. പഴയ ക്ലാസ്സുകളെല്ലാം വേണമെന്നുള്ളവർക്ക് അതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് ലഭിക്കും. അപ്പോൾ ആ ചാനലിലേക്കും വരിക, സബ്സ്ക്രൈബ് ചെയ്യുക. സത്യാനന്ദ സംസ്കൃതി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ, വ്യാസഭഗവാന്റെ പാദപത്മങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.